ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയുടെ 8ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അനുസ്മരണ ഗീതം. സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന മഹാസമ്മേളന സമയമാണ് പരിശുദ്ധ കുർബാനയുടെ സമയം. അനുസ്മരണ ഗീതം കാർമികൻ ആലപിക്കുന്നത് ഇപ്രകാരമാണ്. ഇത് പ്രാർത്ഥനാ രൂപത്തിലാണെങ്കിൽ ഇപ്രകാരം ചൊല്ലുന്നു: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതായത് ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഈ ഗാനം ആലപിക്കുന്നത്. തുടർന്ന് ദൈവമാതാവായ കന്യക മറിയത്തിന്റെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെയും നീതിമാനായ വിശുദ്ധ യൗസേപ്പ് പിതാവിനെയും മാർ തോമാസ് ലീഹായെയും മറ്റ് അപ്പസ്തോലന്മാരെയും വിശുദ്ധരെയും രക്തസാക്ഷികളെയും അനുസ്മരിക്കുന്നു. അവരെ അനുസ്മരിക്കുന്നതിലൂടെ അവരുടെ മാധ്യസ്ഥ്യം നാം യാചിക്കുന്നു. അവർ മദ്ബഹയിൽ സന്നിഹിതരാണെന്നത് നാം ആത്മനാ ദർശിക്കണം. അപ്പോഴാണ് നമുക്ക് കുർബാനയുടെ അനുഭവം ഉണ്ടാകുന്നത്. അനുസ്മരണ ഗീതത്തിൻ്റെ തുടർ വരികൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. കാർമികൻ തുടർന്ന് ആലപിക്കുന്നു: ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സ്മരണ ബലിപീഠത്തിലുണ്ടാകുവാൻ കാർമികൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സമൂഹം ആലപിക്കുന്നു: അതായത് ദൈവപുത്രന്റെ സ്നേഹന്മാരും ഏകജാതന്റെ സ്നേഹിതരും ലോകത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏകജാതന്റെ സ്നേഹിതർ എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാവരുമാണ്. തുടർന്ന് കാർമികൻ ആലപിക്കുന്നു: നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരെയാണ് നാം വിജയം വരിച്ച നീതിമാന്മാർ എന്ന് വിളിക്കുന്നത്. അവർ ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി ജീവിച്ച് വിശുദ്ധിയിൽ നിലനിന്ന് ആത്മീയ വിജയം നേടിയവരാണ്. അവരെ വിജയസഭ എന്ന് വിളിക്കുന്നു. നിണസാക്ഷികൾ എന്നാൽ രക്തസാക്ഷികൾ എന്നാണ്. നിലവിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തെ സമരസഭ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ ജീവിതത്തിൽ വിശ്വാസത്തിനു വേണ്ടി പോരാടുകയും പ്രലോഭനങ്ങളെ അതിജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് സ്വർഗത്തിലെ വിജയസഭയിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമാണ് ഈ ജീവിതം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സഹനസഭ എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് മരണശേഷം സ്വർഗത്തിലെത്തപ്പെടുന്നതിനു മുമ്പ് പാപങ്ങളുടെ മാലിന്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ട ആത്മാക്കളാണവർ. തുടർന്ന് സമൂഹം ആലപിക്കുന്നു: പ്രാർത്ഥന ഇപ്രകാരമാണ്: ഈ ഗാനത്തിൻ്റെ അവസാന ഭാഗം കാർമികൻ ഇപ്രകാരം ആലപിക്കുന്നു:
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. പ്രാർത്ഥന ഇപ്രകാരമാണ്: ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ചെറിയവർ എന്നത് ശുദ്ധീകരണാത്മാക്കളും വലിയവർ എന്നത് സ്വർഗവാസികളുമാണ്. സകല മരിച്ച വിശ്വാസികളെയും നാം ഇവിടെ അനുസ്മരിക്കുന്നു. സ്വർഗീയ ബലിയിൽ സമരസഭ വിജയസഭയോട് ചേർന്ന് സഹനസഭയ്ക്ക് വേണ്ടി ആരാധനയർപ്പിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളായ സഹനസഭ പ്രതീക്ഷയോടുകൂടി ആരാധനയിലേക്ക് നോക്കുന്നു. വിജയം വരിച്ച നീതിമാന്മാരെ പോലെയും മകുടം ചൂടിയ രക്തസാക്ഷികളെ പോലെയും വിശുദ്ധരായി പരിശുദ്ധ ത്രിത്വത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും ഇതിന് നമ്മെ സഹായിക്കുമെന്നും ഈ ഗീതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.